നിന്റെ മുഖം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ബന്ധു വീട്ടിലെ സൽക്കാരം ഉണ്ണാൻ പോയിട്ട് തലയ്ക്ക് അടി കിട്ടിയതുപോലെ വന്നത് കൊണ്ട് ചോദിച്ചതാ. അതെ, തലയ്ക്ക് തന്നെ അടി കൊണ്ടത്. എടാ, നിന്നെ അവരെ അടിച്ചോ? ആ തള്ളമാരും ആ അഴിഞ്ഞാട്ടക്കാരെയും ചേർന്ന് നിന്നെ തല്ലി ചതച്ചോ? അയാളും ഉണ്ടായിരുന്നോ കൂടെ? അവളുടെ ആ കൊച്ചച്ചൻ, ആ ഗുണ്ട ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? അപ്പൊ അടി കിട്ടിയില്ലേ? എന്തൊക്കെയായി പറയുന്നേ? ചെക്കനാകെ വട്ടായെന്നാ തോന്നുന്നു. അമ്മേ, അമ്മേ, അമ്മ അറിഞ്ഞോ? എന്ത്? സുധിയെ സത്യയുടെ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് തല്ലി ചതച്ചു. നിന്നോട് ആരും ഇത് പറഞ്ഞ്? അവൻ തന്നെ. സുധി തിരിച്ചു വന്നോ? തിരിച്ചു വന്നതാണോ ഇല്ലെങ്കിൽ അവരാരെങ്കിലും കൊണ്ടുവിട്ടതാണോ എന്നൊക്കെ ആർക്കറിയാം. അവൻ വന്നിട്ടുണ്ടോ? എവിടെ? അമ്മേ, അതെ, അടി കിട്ടിയതാണോന്നൊന്നും അറിഞ്ഞൂടാ. അവൻ നല്ല ടെൻഷനിലാ. അവന് സത്യയുടെ വീട്ടുകാർ തല്ലി ചതച്ചെന്ന് നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ, പക്ഷെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സുധി അവിടേക്ക് പറഞ്ഞയക്കേണ്ടെന്ന്. അതെങ്ങനെയാ? അച്ഛന്റെ വാശിയല്ലേ. സത്യയുടെ അച്ഛമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചതല്ലേ. അവര് സുധിയെ ഉപദ്രവിക്കോ? ഉപദ്രവിക്കുക മാത്രമല്ല, ജീവനോടെ വിട്ടത് ഭാഗ്യമായെന്ന് കരുതിയാ മതി. സത്യ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഗുണ്ടായിസം അല്ലാതെ വേറെ എന്താ അവളുടെ കയ്യിലുള്ളത്? ആ പപ്പന്റെ ബാക്കിയല്ലേ അയാളുടെ തനി സ്വഭാവം അവക്ക്. സുധിയുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് വീണ വെച്ചേക്കില്ല ഞാൻ അവറ്റകളെ. അമ്മയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനേ സുധി ഒന്ന് കാണട്ടെ. അമ്മേ, അമ്മേ, അവനൊന്ന് സമാധാനത്തോടെ കുറച്ചു നേരം ഇരിക്കട്ടെ. അമ്മ വല്ല തണുത്ത ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക്. ഈശ്വര, മതി. ഇനി അവന് സത്യയും തമ്മിൽ ഒരു ബന്ധവും വേണ്ട. നിന്റെ ആ വക്കീലിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് സത്യയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിത്തരാൻ പറ. അതിന് സുധി കൂടി സമ്മതിക്കണ്ടേ അമ്മേ? അതിന് സുധിയുടേന്നല്ല, അവന്റെ അച്ഛന്റെ സമ്മതം പോലും ഞാൻ നോക്കില്ല. എന്റെ മോനെ അവരവിടുന്ന് തല്ലി ഓടിച്ചതാണെങ്കിൽ സത്യക്ക് സുധിയുമായിട്ടോ ഈ വീടുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ മരിച്ചാൽ പോലും അവളെ ഇവിടേക്ക് കയറ്റി പോകരുത്. അപ്പോ സുധിയും സത്യം തമ്മിലുള്ള ഡിവോഴ്സ്, അതിനൊരു തീരുമാനമായി. സത്യ, ചേച്ചിയുടെ മനസ്സിലെല്ലാത്തിനും കാരണക്കാരി ഞാനാ. അത് ശരിയുമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല സത്യ. ചേച്ചി എഴുത്തെഴുതി വെച്ചിട്ടല്ലേ പോയത്. അത് ദിവ്യയുടെ കൈപ്പടയാണെന്ന് സത്യക്ക് അറിയാവുന്നതല്ലേ. ചേച്ചി ഇപ്പൊ 2 തവണയാണ് വീട്ടിൽ വന്നത്. ആദ്യത്തെ തവണ വന്നപ്പോ തലനാരിഴയ്ക്ക ചേച്ചിയെ കാണാനുള്ള അവസരം എനിക്ക് നഷ്ടമായത്. ഇത് പക്ഷേ ദിവ്യേച്ചി വന്നത് സത്യയോടുള്ള പ്രതികാരം ചെയ്യാനെന്നല്ല അച്ഛമ്മ പറഞ്ഞത്. അവൾ എന്നെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. അവളുടെ ഭാഗ്യം തട്ടിപ്പറിച്ചവളെന്ന രീതിയിലാവും ചേച്ചി ഇപ്പൊ എന്നെ കാണുന്നത്. സുധിക്ക് ഏതാണ്ട് ഞാൻ അങ്ങനെ തന്നെയാണല്ലോ. സുധിയുടെ ഭാഗ്യം ഇല്ലാതാക്കിയവൾ. അവർക്ക് 2 പേർക്ക് നടുവിൽ സത്യയാണ് കുറ്റവാളി. മറ്റൊന്നും എനിക്ക് വേണ്ട. അവർക്കിടയിൽ ഒരിക്കലും ഒരു ശല്യം ആവരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആളാ ഞാൻ. ഒന്നിന്റെയും കാരണക്കാരി ഞാനല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. മനഃപൂർവ്വം അവരെ 2 പേരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ വിചാരിച്ചിട്ടില്ല ഞാൻ. ഇത്രയും ദിവസം എനിക്ക് സുധിയോട് മാത്രം എന്റെ നിരപരാധിത്വം തെളിയിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ അത് പോരാതായിരിക്കുന്നു. ചേച്ചിയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന സ്ഥിതിക്ക്
അവളെ കൂടി ചിലത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ എനിക്കുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യ. ദിവ്യയുടേത് എന്തായാലും ഒരു നല്ല ഉദ്ദേശമല്ല. എന്തായാലും സത്യയും ദിവ്യയും തമ്മിൽ നേരിൽ കാണാതിരിക്കുന്നതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. അല്ല, എനിക്കവളെ കാണണം. ചേച്ചി ഇവിടെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ചേച്ചി എനിക്ക് കണ്ടേ പറ്റൂ. സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ? കുറച്ച് സമയമായി. സോറി, 1-2 കൺവെൻഷൻ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് എടുക്കാറായില്ലേ, അതുകൊണ്ടാ. ഇപ്പോൾ സ്ഥലം MLA ആണ്. ഇലക്ഷൻ കഴിഞ്ഞ് മുൻ MLA ആയി പോകരുത്. ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അറിയാം, പക്ഷേ എന്താ? സത്യ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി നമ്മുടെ ഉദ്ദേശം നടക്കുമെന്ന് തോന്നുന്നില്ല. ആര് പറഞ്ഞു? ഇനിയാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുക. അത് താമസിയാതെ സുധി സത്യ ഡിവോഴ്സ് ചെയ്യും. അതിനുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട്. സുധി സത്യയുടെ ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് കുഴപ്പമുള്ളത്. അന്നും അവനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സുധി സത്യ ഉപേക്ഷിക്കുന്നതോടെ സുധിയെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ശത്രുവിന്റെ ശത്രു മിത്രം അല്ലേ? യെസ്. മണിമംഗലത്ത് നിന്നും സത്യയെ പടിയിറക്കി കഴിഞ്ഞാൽ അവള് പിന്നെ ചിറകുടിഞ്ഞ പക്ഷിയാണ്. സത്യ മാനസികമായി തകരും. വർക്ക്ഷോപ്പിലിപ്പോ കാര്യമായ പണിയൊന്നും നടക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത്. അവിടെയും അവൾക്ക് സ്വസ്ഥത കൊടുക്കരുത്. അതിനെന്താണൊരു വഴി? അതിനൊരു വഴിയുണ്ട്. സത്യയുടെ വർക്ക്ഷോപ്പിന്റെ നേരെ എതിർഭാഗത്ത് മറ്റൊരു വർക്ക്ഷോപ്പ് തുടങ്ങുക. അതൊരു സാധാരണ വർക്ക്ഷോപ്പ് ആവരുത്. 2 വീലേഴ്സ് മാത്രമല്ല, എല്ലാത്തരം വാഹനങ്ങളും റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ്. കൊള്ളാം, ഉഗ്രൻ ഐഡിയ. MLA മറ്റാരുടെങ്കിലും പേര് തുടങ്ങിയാൽ മതി. അതായത് ഭാര്യയുടെയോ അനിയന്റെയോ, അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒരു രീതി. അതെ അതെ, പക്ഷേ ക്യാഷ് ഞാൻ തരും. എനിക്കതിൽ ഒരു ഷെയർ പോലും ആവശ്യമില്ല. മുത്താരംകുന്ന് കോളനിയിലെ ഫേമസ് മെക്കാനിക്കാണ് സത്യ. അവളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. നല്ല മെക്കാനിക്കുകളെ കൊണ്ടുവരണം. സത്യ വാങ്ങിക്കുന്നതിനേക്കാൾ കാശും കുറച്ചു കൊടുക്കണം. പറ്റിയാൽ ഒരു ലേഡി മെക്കാനിക്കലെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കണം. അത് നന്നായിരിക്കും. എങ്കിൽ കാര്യങ്ങൾ സ്പീഡാക്കണം. ശരി സാർ. സത്യയെ മണിമംഗലത്ത് നിന്ന് ഇറക്കി വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ഇലക്ഷനാണ് വരുന്നത്. അതിനു മുമ്പേ സത്യയെ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കസേര തന്നെ തെറിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സത്യ തന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയാവുന്ന ഒരു റൂമർ കേൾക്കുന്നുണ്ട്. പെൺകുട്ടികളെ മേയറാക്കുന്നതും MLA ആക്കുന്നതും ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. MLA വിഷമിക്കായിരിക്കുക. സത്യ അവളുടെ വർക്ക്ഷോപ്പിൽ പൊടി തട്ടാൻ ഉപയോഗിക്കുന്ന പഴം തുണി പോലെ ഒന്നിനും കൊള്ളാതാവുന്ന അവസ്ഥ ഞാനുണ്ടാക്കും. ഉണ്ടാക്കി തരും ഈ സതീഷ് ചന്ദ്രൻ. അത് മതി സാർ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനെന്നാ ചെല്ലട്ടെ. ശരി.
മുറിച്ച് പിച്ച് ചീന്തി എറിഞ്ഞതല്ലേ എന്റെ ജീവിതം. എന്നിട്ടിപ്പോ എന്റെ ഭർത്താവിനെ ചോദിക്കുന്നോ? നിന്നെ അവരെല്ലാവരും ചേർന്ന് തല്ലിയോ? തല്ലാനോ? ആര്? സുജിത പറഞ്ഞു. സുജിതേച്ചി അങ്ങനെ പലതും പറയും. പിന്നെ അവിടെ എന്താ ഉണ്ടായത്? അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ നീ വന്ന ഉടനെ അകത്ത് കയറിയിരുന്നത്? എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. മനസ്സമാധാനത്തിന് വേണ്ടിയായിരുന്നില്ലേ നീ ഭാര്യ വീട്ടിൽ താമസിക്കാൻ പോയത്? ഇത്രയും ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാ ബന്ധു വീട്ടിൽ അന്തിയുറങ്ങാൻ പോയത്. അവരെല്ലാവരും കൂടി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? സത്യ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് പറയായിരുന്നില്ലേ നിനക്ക്? എല്ലാറ്റിനും നിന്റെ അച്ഛനെ പറഞ്ഞാ മതി. ആ ആണും പെണ്ണും കെട്ടവളുടെ കഴുത്തി താലി കെട്ടിച്ചതും പോരാ, നിർബന്ധിച്ച് ആ വീട്ടിലേക്ക് പറഞ്ഞയപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിതാ നാണം കെടുത്തി തിരിച്ചയച്ചിരിക്കുന്നു. അമ്മ ഒന്ന് പുറത്തു പോയേ, ഞാൻ കുറച്ച് സമയം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. നിനക്കിപ്പം ഞാനൊരു ശല്യമായി തുടങ്ങിയല്ലേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സുധി നീ. ഓഫീസിൽ നിന്നും വന്ന എന്നെ അടുത്തിരുത്തി വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കാതെ സ്വന്തം റൂമിലോട്ട് പോലും പോവാറില്ലായിരുന്നു നീ. ആ നിനക്കിപ്പോ എന്റെ ശബ്ദം പോലും അലർജി ആയിരിക്കുന്നു. അമ്മേ, ഞാൻ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. സുധി എന്ന ഒരു സങ്കല്പലോകത്ത് ജീവിക്കുന്നവനാ. ക്യാമ്പസിലും ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലും അവൻ അവൻ്റെതായ ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ കാണുമ്പോ അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവോ, തെറ്റ് ചെയ്ത കുട്ടികളുടെ മുഖത്ത് കാണുന്ന ഭാവം. അതെ, തെറ്റ് ചെയ്ത കുട്ടിയാണവൻ. ദിവ്യയോട് തെറ്റ് ചെയ്തവൻ. കുറ്റബോധവും ഭയവും അവനെ വേട്ടയാടുന്നുണ്ട്. അതാണ് അവൻ മാനസികമായി തകരുന്നത്. എനിക്കെന്തോ സഹതാബോധം ഒന്ന്. സത്യങ്ങൾ തിരിച്ചറിയാനാവാതെ ഇരുട്ടിൽപ്പെട്ട പോലെയല്ലേ സുദീപ? സുധിയോട് ദിവ്യക്ക് സെന്റിമെന്റ്സ് വേണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, ദിവ്യയുടെ ജീവിതം തകർത്തതിൽ അവനും അവന്റെ ഫാമിലിക്കും പങ്കുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് ദിവ്യ എൻ്റെ അടുത്ത് എത്തപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് ഏതോ തെരുവിൽ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞാനേ. അതുമല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക രോഗാശുപത്രിയിലെ തടവിൽ. എന്റെ ഭാഗ്യം സാറിന്റെ അടുത്ത് എത്തിയത്. ഭാഗ്യമല്ല ദിവ്യ, വിധി. നമ്മളെയൊക്കെ ചലിപ്പിക്കുന്നതും നിലനിർത്തുന്നതും നിസ്സഹായരാക്കുന്നതും വിധി എന്ന രണ്ടക്ഷരമാണ്. പലരും പലതരത്തിൽ അതിനെ കാണുന്നു. വിധി എന്നെ തോൽപ്പിച്ചത് എന്റെ ഓർമ്മകൾ എടുത്തല്ലേ? സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ദിവ്യ. മുന്നോട്ടുള്ള വഴി അത് ഏറ്റവും നന്നായി സഞ്ചരിക്കുക. ലക്ഷ്യമുണ്ടെങ്കിൽ യാത്രയ്ക്ക് ആയാസം തോന്നില്ല. എന്റെ ലക്ഷ്യം എന്താ? നിന്റെ ലക്ഷ്യം നല്ലൊരു ജീവിതം, ആഹ്ലാദവും സമാധാനവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുള്ളൊരു നല്ല ജീവിതം. നീ അത് മോഹിക്കുന്നില്ലേ? ഉണ്ട്. നിനക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അതാ. അതിനുവേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നതും. എന്റെ വിജയത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ചവിട്ടുപടി അല്ല നീ. എന്റെ ഈ ചെറിയ വിജയങ്ങൾ ആത്യന്തികമായി നിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് ചെന്നെത്തുക. വിശ്വസിക്കേ, നിനക്കായി ഒരു നല്ല കാലം കാത്തിരിപ്പുണ്ട്.
ആ രാധികെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. മധുരം കഴിക്കേണ്ട സമയമാണല്ലോ ഇപ്പൊ. മധുരം കഴിക്കേണ്ട പ്രായമെന്നാണോ ഭവതി ഉദ്ദേശിച്ചത്? ഇടയ്ക്കൊക്കെ ഇത്തിരി പഞ്ചസാര കഴിക്കുന്നത് നല്ലതാ രാധികേ. സുധിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ ചിരിക്കാൻ പറ്റുന്നു? സുധിയെ കൊലയ്ക്ക് കൊടുത്തുന്നോ? അല്ലാതെ പിന്നെ നിങ്ങളല്ലേ അവനെ നിർബന്ധിച്ച് സത്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അതിനിപ്പോ എന്താ കുഴപ്പമുണ്ടായത്? കുഴപ്പമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താ അവനെ പിടിച്ചങ്ങ് തിന്നോ? അതായിരുന്നു ഇതിലും ഭേദം. സുധിക്കിപ്പോ എന്താ കുഴപ്പം പറ്റിയെന്ന് പറ. പോയി ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. ആഹാ, അവൻ വന്നോ? സത്യമോള് കൊണ്ടോ? സത്യമോള് നിങ്ങളുടെ മോളേക്കാൾ സ്നേഹത്തോടെ അവളെ വിളിക്കുന്നത് കാണുമ്പോ എങ്ങനെയാ സുജിതയൊക്കെ വഴക്കുണ്ടാക്കാതിരിക്കുന്നത്? ഓ, എന്നാലേ സത്യ വന്നോ? അവൾ എന്തിനാ ഇവിടേക്ക് വരുന്നത്? ഓ, അപ്പൊ നീ അറിഞ്ഞില്ലായിരുന്നു? നിന്റെ മോൻ സുധി താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാ സത്യ. സുധിയും സത്യയും വന്നോന്നാ ചോദിച്ചത്? ഇല്ല, സുധി വന്നു. അവൻ എപ്പോഴാ വന്നത്? വന്നു കയറി മുഖം വീർപ്പിച്ച് ഒരേ ഇരിപ്പ. അവനെ അവര് തല്ലിയിട്ടുണ്ടെന്നാ സുജിത പറയുന്നത്. ഓ, സുജിത പറയുന്നത് കേട്ടിട്ടാണോ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എന്തായാലും സത്യയുടെ വീട്ടുകാർ സുധിയെ അപമാനിച്ചിട്ടുണ്ട്. അത് സുധിയുടെ മുഖം കണ്ടാൽ അറിയാം. അങ്ങനൊന്നും ഉണ്ടാവില്ല രാധികയെ. നീ തിരിച്ചു വന്നിട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല. ഇപ്പൊ ഈ രാത്രിയിൽ എവിടേക്കാ പോകുന്നത്? സുധി നിൽക്ക്. എന്തൊക്കെയാ അവിടുത്തെ വിശേഷം? വിശേഷം അവിടെയല്ലല്ലോ. പിന്നെ സത്യയുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. അതെ, നിന്നെ അവിടെയുള്ളവരെല്ലാരും കൂടി എന്താ ചെയ്തത്? അവര് നിന്നെ വല്ലതും പറഞ്ഞോ? നിന്നെ അവിടെയുള്ളവരെല്ലാം കൂടെ തല്ലി ചതച്ചു എന്നാ ഇവിടുത്തെ ന്യൂസ്. അവിടേക്ക് പോകണ്ടായിരുന്നു. അച്ഛന്റെ നിർബന്ധം കൊണ്ട് മാത്രമാ. എന്നുവെച്ചാ അവര് നിന്നെ ഉപദ്രവിച്ചു അല്ലേ? എന്നെ ഉപദ്രവിച്ചത് അവര് മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്നിട്ടാ. കേട്ടില്ലേ അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞതിന്റെ അർത്ഥം ചന്ദ്രേട്ടന് മനസ്സിലായോ? മനസ്സിലായി. അവനെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്നല്ലേ? അതെ, അത് തന്നെ അതിന്റെ അർത്ഥം. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്ത്? അവനെ സത്യയുടെ വീട്ടുകാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന അർത്ഥം കൂടി. ഉപദ്രവിച്ചത് മുഴുവൻ ഞാനാണല്ലോ അവനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത്. നീ ഇത്തിരി നേരം കിടന്നോ വിമലേ? വേണ്ടമ്മേ. എന്തായിരിക്കും ദിവ്യയുടെ ഭാവം? ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അമ്മേ. സുധിയെ കൊണ്ട് സത്യയെ വിവാഹം കഴിപ്പിച്ചതിന്റെ ദേഷ്യം, അല്ലാതെന്താ? സുധി എന്ത് കരുതി കാണും? ആരോടും ഒന്നും പറയാതെ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. സത്യയ്ക്കും സുധിക്കും അവള് സ്വസ്ഥത കൊടുക്കില്ല. അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതാ ദിവ്യ.
സുധിയെ കാണാൻ വേണ്ടിയാണത്രേ അവള് വന്നത്. അതൊക്കെ ദിവ്യ വെറുതെ പറയുന്നതാ. സുധിയെ കാണാൻ വേണ്ടിയാണെങ്കിൽ അവള് പോകേണ്ടത് മണിമംഗലത്തേക്കല്ലേ? ഇത് മനഃപൂർവ്വം സുധിയെയും സത്യയും കണ്ട് സംസാരിക്കാൻ വന്നത് തന്നെയാ. പാവം സുധി ആകെ പേടിച്ചതുപോലെയുണ്ട്. പേടിക്കണം വിമലെ. സുധിയുടെ മനസ്സിൽ ഇപ്പോഴും ദിവ്യയുള്ള സ്ഥിതിക്ക് അവര് നേരിട്ട് കാണാനും സംസാരിക്കാനും ഇടയായ ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. സുധിക്ക് സത്യ ഒരുപാട് ഇഷ്ടമാ. അവളെ സുധി ഒരിക്കലും വഞ്ചിക്കില്ല. ദാ, ആ സുജിതയാണല്ലോ. എടുക്ക. ആ സുജിതേ, നിങ്ങളുടെ മോളില്ലേ അവിടെ സത്യ? അവള് വർക്ക്ഷോപ്പിൽ പോയിരിക്കുകയാണല്ലോ. സത്യയുടെ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഞാൻ എന്തിനാ അവളെ വിളിക്കുന്നേ? എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാ. എന്നോടോ? ആ അതെ. എന്താ മോളെ? നിങ്ങള് കോളനിക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ സുധിയെ തല്ലിയോ? തല്ലാനോ? ഞങ്ങളോ? ആ നിങ്ങൾ തന്നെ. അയ്യോ, സുധിക്ക് എന്തു പറ്റി? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. സുധിക്ക് എന്താ പറ്റിയതെന്ന്. അവിടെ നിന്ന് വന്നത് മുതൽ ഞങ്ങളുടെ സുധി ആരോടും മിണ്ടുന്നില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യം. ഇവിടെ നിന്ന് പോയ ആളല്ല തിരിച്ചു വന്നിരിക്കുന്നത്. സാരമില്ല, സുധിയെ കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഭാഗ്യം. മോളെ, എന്താ ഒന്നും മിണ്ടാതെ? എനിക്കറിയണം എന്റെ അനിയനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്താ ചെയ്തതെന്ന്. മോളെ അത് ദേ, സത്യയെ ഇവിടെ നിന്നാരും തല്ലി പറഞ്ഞയച്ചൊന്നുമല്ല. അവള് സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ. ഇനി അങ്ങനെ വല്ല തെറ്റിദ്ധാരണയുടെയും പേരില് എല്ലാവരും കൂടി ചേർന്ന് അവനെ ഉപദ്രവിച്ചോന്ന് എനിക്കറിയണം. സുധിയെ ഞങ്ങൾ ഉപദ്രവിക്കാനോ? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? എന്തായാലും നിങ്ങൾ കോളനിയിലെ ആൾക്കാരല്ലേ, ആ സംസ്കാരം കാണിക്കാതിരിക്കില്ലല്ലോ. നിങ്ങളുടെ ഗുണ്ടായിസം മണിമംഗലത്തുകാരോട് വേണ്ട. മോള് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇങ്ങത്താ, ഞാൻ സംസാരിക്കാം. വിമലയ്ക്ക് നല്ല സുഖമില്ല. മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. അയ്യോ, അവര് മനസ്സ് വിഷമിച്ച് ചത്തുപോയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ പ്രശ്നം എന്റെ അനിയനാ. അവന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്താ ചെയ്തേ? സുധിയെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ദേ നോക്കിക്കോ, എല്ലാവരെയും ഞാൻ കോടതി കയറ്റും. കോടതി കയറുന്നതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല മോളെ. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. അത് ഞങ്ങളെ സങ്കടപ്പെടുത്തും. ഓ, ഗുണ്ടയുടെ അമ്മയല്ലേ? കോടതിയൊന്നും പുത്തരിയാവില്ല. ഗുണ്ടയോ? പപ്പൻ എന്ന് പറയുന്ന ഗുണ്ട നിങ്ങളുടെ മോൻ തന്നെയല്ലേ? അവൻ ചില ഗുണ്ടായുസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അത് അവനോട് ഗുണ്ടായുസം കാണിക്കുന്നവരോട് മാത്രം. അവന്റെ ഏട്ടനെ പ്രസവിച്ചത് ഞാൻ തന്നെയാ. അതായത് സത്യയുടെ അച്ഛൻ. അവനോളം നല്ല സ്വഭാവമുള്ള ഒരാള് ഈ കോളനിയിൽ ഉണ്ടായിട്ടില്ലേ. ഓ, ഞാൻ വിചാരിച്ചു സത്യ പപ്പന്റെ മോളാണെന്ന്. ദേ സുജിതേ, അല്ല, സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ രണ്ടുപേരും കണക്കാണല്ലോ. ഹലോ, കട്ടായി. എന്താ സുജിത പറയുന്നേ? എന്തു പറയാൻ, ആ പെണ്ണിന് തലയ്ക്ക് ഭ്രാന്ത.
നേരാണോ നീ പറയുന്നത്? ഞാൻ എന്തിന് നിന്നോട് കള്ളം പറയണം? ഒരു രീതിയിൽ നിന്നെ ജീവിക്കാൻ സമ്മതിക്കരുത്, അതാണ് അവളുടെ ലക്ഷ്യം. അവളെ എന്തിനു കുറ്റപ്പെടുത്തണം? എല്ലാം സത്യ കാരണമല്ലേ. അവൾക്ക് കൂട്ട് എൻ്റെ അച്ഛനും. എടാ, നീ നിന്റെ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. എൻ്റെ തലയിൽ സത്യ കെട്ടിവെച്ച് തന്ന അച്ഛനാണ്. എടാ, അന്നത്തെ അവസ്ഥ കൂടി നീ എന്താ നോക്കാത്തത്? അവസ്ഥ അത് ഉണ്ടാക്കിയെടുത്ത അവസ്ഥയല്ലേ. സത്യയും എൻ്റെ അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത അവസ്ഥ. നീ എന്ന് മുതലാടാ അച്ഛനെ കുറ്റപ്പെടുത്തി ചിന്തിക്കാൻ തുടങ്ങിയത്? എടാ, നിന്റെ നന്മ മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാ നിന്റെ അച്ഛൻ. അച്ഛൻ എന്നേക്കാൾ ഇഷ്ടം സത്യയാണ്. അവർ തമ്മിൽ പറഞ്ഞുണ്ടാക്കിയ കരാറാണ് സുധിയുടെ ജീവിതം. തേങ്ങാ കൊല. എടാ, നിനക്ക് നിന്റെ അച്ഛനെ അറിയില്ല, നിന്റെ ഭാര്യയെ ശരിക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ നിന്നെ മനസ്സിലാക്കി നിനക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന രണ്ടുപേരെയാണ് നീ തള്ളി പറയുന്നത്. എന്നേക്കാൾ കൂടുതൽ അവരെ രണ്ടുപേരെയും നിനക്കറിയാമല്ലോ അല്ലേ. എന്റെ ജീവിതം തകർത്തത് സത്യമാണ്. അച്ഛൻ അവൾക്ക് കൂട്ടും. ഇന്നലെ നിന്നെ നിർബന്ധിച്ച് സത്യയുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കേണ്ടിയിരുന്നില്ല. അതെ,